ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് ലില്ലി. ലില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലില്ലാണെങ്കിൽ വില്ലേജിൽ നിന്നും സിറ്റിയിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഒരു കൺട്രി ഗേളാണ്. അപ്പം നമ്മുടെ ലില്ലി ആണെങ്കിൽ അവളെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. ഇവളുടെ ഗ്രാൻഡ് മയ്ക്കാണെങ്കിൽ ഒരു സർജറി ഉണ്ട്, അതിനെ കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവളെ അമ്മേനെ കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. ഇവളെ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രാൻഡ് മേരിക്ക് ഇവളെ നോക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അച്ഛനൊന്നും ഇവളെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അച്ഛനാണെങ്കിൽ വേറെ കല്യാണം കഴിച്ച് അതിൽ വേറെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവിടേക്ക് ഒരു പാസഞ്ചർ വന്ന് കഴിഞ്ഞിട്ട് വേറൊരുത്തിനോട് പറയുന്നുണ്ട്, റോബിൻസൺ വരുന്നുണ്ട്, കെയർഫുള്ളായിട്ട് ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. റോബിൻസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആണ് കേട്ടോ. അവനാണെങ്കിൽ ഇവിടുത്തെ വലിയൊരു മാഫിയ ഡോണൊക്കെയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ തൊട്ടടുത്ത സീറ്റിലായിരിക്കും വന്നിരിക്കുക. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ കണ്ടു കഴിഞ്ഞിട്ട് റോബിൻസൺ എന്നൊന്നും അറിയില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ മുറിവിലിങ്ങനെ അവളാണെങ്കിൽ കർച്ചീഫ് കൊണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോനെ നോക്കണം. കാരണം ആദ്യമായിട്ട് അവനെ ഇങ്ങനെ ഒരാൾ കെയറൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇവളെ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ച് വലിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, ഇന്ന് തൊട്ട് നീ എൻ്റെ വുമണാന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് ഇവളൊന്ന് ഷോക്കാവേണ്ടി, എന്നിട്ട് അതും പോലെ അവൻ അവൾ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിസ് ചെയ്തപ്പോൾ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് തള്ളണ്ട്. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ആ പയ്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, റോബിൻസൺ വന്നിട്ട് കുറച്ച് കെയർഫുൾ ആയിക്കോളൂ എന്നൊക്കെ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആരുടെ വൈഫാന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കേണ്ട ആരുടെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവർ പറഞ്ഞതാണ് അവൾക്ക് ഓർമ്മ. എന്നിട്ട് ഇവള് പറഞ്ഞ റോബിൻസൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നെ നീ ടച്ച് ചെയ്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് നിന്നെ കൊന്നുകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി റോബിൻസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ. ഇത് വിളിക്കുകയാണെങ്കിൽ അറിയില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് ചോദിക്കുകയാണ്, സാറ് ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ പേര് വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവളിത് കേട്ട് ഷോക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ പേര് റോബിൻസൺ എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, സാറിൻ്റെ പേര് വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഹീറോ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇന്ന് മുതൽ നീ എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫിനെ എന്താ അറിയണേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, ആരുടെ നിങ്ങളുടെ വൈഫെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ വേഗം അവിടെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ്, ഏതാണ് വുമൺ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇന്ന് മുതൽ അവൾ നിൻ്റെ സിസ്റ്റർ ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ ലോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പറയണം അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ അവളെ സ്റ്റെപ്പ് സിസ്റ്ററൊക്കെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ ടൈമിൽ ചോദിക്കുന്നത് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പേരൻസും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മദർ ചോദിക്കുന്നത് നീ എന്താ വന്നു ചോദിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഗ്രാൻഡ്മയുടെ ചികിത്സയ്ക്ക് കുറച്ച് പണം വേണം, അത് എനിക്കിടെ അച്ഛൻ തരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫാദറിൻ്റെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സ്റ്റെപ്പ് മദർ പറയുകയാണ് പണമൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ സ്റ്റെപ്പ് സിസ്റ്റർ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ അതിൻ്റെ വില നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ വിലയ്ക്ക്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ നല്ല എമൗണ്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഗ്രാൻഡ്മയുടെ ചികിത്സയ്ക്ക് മാത്രം തരാൻ പൈസ ഞാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ പൈസ ഒന്നും ഞാൻ പോലീസിന് ഇൻഫോം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദറാണെങ്കിൽ പൂര കള്ളനാണ് കേട്ടോ. ഇയാൾക്ക് ഇവളോട് സ്നേഹമില്ല. ഫാദർ പറയണ നീ വിഷമിക്കൊന്നും വേണ്ട, പണം തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പണം ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫാദറാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുത്തെ സെർവൻറ്റിന് പറയുന്നുണ്ട് അവൾക്ക് അവളുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ സ്റ്റെപ്പ് സിസ്റ്ററും അതുപോലെ ഇങ്ങേരുടെ വൈഫും പറയാണ്, അല്ല അവൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫാദറും പറയണ്ട എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു റിച്ച് മാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കാനുണ്ട്, കുറച്ച് ഓൾഡ് മാനാണ്, തൽക്കാലം അവളെ നല്ല രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ ഗ്രാൻഡ്മേനെ കോൾ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫാദറിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ പ്രയറൊക്കെ ചെയ്യണം കേട്ടോ. ആ സമയത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ജോബ് പ്ലേസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവൾ ക്ലീനിങ് സ്റ്റാഫായിട്ട് നിൽക്കുന്നത്. ആ സമയത്താണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, എന്തോ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മേലെ കുറ്റുണ്ട്. അപ്പോൾ അതിൽ ഇൻചാർജുള്ള പെണ്ണ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല നീ ഇവിടുത്തെ ന്യൂസ് സ്റ്റാഫാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ അതിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ പറയാണ്, അല്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൺട്രികൾ ലുക്കുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കാനുണ്ട്. എന്നിട്ട് പറയുന്നത് നിനക്കൊക്കെ ഇവിടെ ആര് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കാവുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പെണ്ണ് തള്ളിണ്ടായിരിക്കും, അത് നമ്മുടെ ഹീറോ ആയിരിക്കും വന്ന് അവളെ പിടിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവനെ കണ്ടെന്ന് ഷോക്കാവാൻ വേണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ ഇത് റോബിൻസൺ അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് ഷോക്കാവാൻ വേണ്ടിട്ടോ. ആളും നിന്നെപ്പോഴും വന്നെന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആരാണ് എൻ്റെ വൈഫിനെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് എന്ത് വൈഫെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതെ ഇതെൻ്റെ വൈഫെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫിനെ ആരെ ബുള്ളി ചെയ്ത് നോക്കുമ്പോൾ വേഗം പറയാനൊക്കെ പറയണ്ടിട്ടാ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവരോട് മുട്ടുകുത്തി നിൽക്കാൻ പറയണ്ടേ. എന്നിട്ട് അസിസ്റ്റൻറ്റ് വന്നിട്ട് ഇൻചാർജുള്ള പെണ്ണിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ ഇങ്ങനെ ഗോൾഡ് കോയിനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് പറയാണ് ഇപ്പോൾ ഇവൾ ജോലി ചെയ്യണ ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ അതൊരു ഹോട്ടലാണ്, ആ ഹോട്ടലിൽ തന്നെ അവൻ വാങ്ങണം കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇന്ന് തൊട്ട് ഇവളാണ് നിങ്ങളുടെ മേഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫയൽ കാര്യങ്ങളൊക്കെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇവളൊന്ന് ഷോക്കാവേണ്ടി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇവിടെ വെച്ച് പുള്ളി ചെയ്തല്ലേ, അതുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ അവൻ വാങ്ങി എന്നിട്ട് ഒരു ചെയർ ഇട്ടിട്ട് അവളവിടെ ഇരുത്താണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഇനി നീ പറയും ഇവളെന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നിങ്ങളൊന്ന് വിട്ട് നിങ്ങളൊരു ബാഡ് പേഴ്സൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അവനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവളെടുത്ത് കുറച്ച് മിസ്ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനാണോ ബാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോനെ പൊക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ വരുന്ന സമയത്ത് ഇവളെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ടി ഇവൻ്റെ പേരാണ് നോഹ കേട്ടോ. അപ്പോൾ നോഹിനെ കാണുന്ന സമയത്ത് നോഹ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോഹ പറയണ ലില്ലി നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ നോഹ സോറി പറഞ്ഞിട്ട് പറയാണ് നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനൊരു കാർഡ് കൊടുത്തിട്ട് പറയാണ് നീ ഇത് യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പിക്ക് ആവാണ്ടിട്ട് എന്നിട്ട് നമ്മുടെ നോഹ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി പേരൻസിനോട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് ബൈക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവരെ ഫോളോ ചെയ്ത് പിറകിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കണ്ട് ഷോക്ക് ആവേണ്ട. ആ സമയത്ത് നോഹയ്ക്ക് അറിയാലോ ഇവർ റോബിൻസൺ ആണെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ ഫോണിൽ കുറച്ച് എമൗണ്ടൊക്കെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. ഇത് കണ്ട് ഇവളൊന്ന് ഷോക്ക് ആവാനിട്ട്. എന്നിട്ട് ക്രേസി മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വേഗം പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ രോഹിയാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇവളെ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തണം പെട്ടെന്ന് തന്നെ നാളെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ഓൾഡ് മാനെ കാണാം കേട്ടോ. ഈ ഓൾഡ് മാനൊക്കെ ആയിട്ടാണ് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ഫിക്സ് ആക്കിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ അവൾക്ക് അതറിയില്ല കേട്ടോ. എന്നിട്ട് ഇയാളാണെങ്കിൽ കൈ കൊടുത്ത് പോകുന്നുണ്ട്. ഇവളെ ഒരു വല്ലാത്ത നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നോഹിയും അതുപോലെ സ്റ്റെപ്പ് സിസ്റ്ററും തമ്മിൽ റിലേഷനൊക്കെ ഉണ്ട്. അത് ഇവൾക്കറിയില്ല കേട്ടോ. ഇവരാണെങ്കിൽ കൈ ഇങ്ങനെ അവൾ കാണാണ്ട് ഇങ്ങനെ റെസിറ്റി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ഉള്ള മാരേജ് ആണ് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ നോഹനെ കാണാനില്ല കേട്ടോ. ഇവൾ ചോദിക്കുകയാണെങ്കിൽ നോഹ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവളെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ട്. അവൾ പറയുന്നുണ്ട് നോഹ വരുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആ ഓൾഡ് മാൻ ആണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും മണവാളുടെ വേഷമൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളെ ഫാദർ പറയാണ് വാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് മാരേജിന് ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത്. കാരണം ഇവളെ ഇയാളെ കൊണ്ട് കിട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് മദറും പറയാണ് ടൈമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ഇയാളാണ് മാരേജ് ചെയ്യാൻ പോകുന്നത് ചോദിക്കേണ്ടത്. അപ്പോൾ ഫാദറും പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇയാൾ കെട്ടാൻ സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇയാൾ പറയാണ് നിൻ്റെ ഫാദർ എൻ്റെ കയ്യിൽ നിന്ന് കുറേ എമൗണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ തന്നെ ഞാൻ മാരേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്കിതിന് സമ്മതമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നോഹിനെ മാരേജ് ചെയ്യുള്ളൂ പറഞ്ഞു കഴിഞ്ഞിട്ട് നോഹ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവരൊക്കെ ചിരിക്കാൻ കേട്ടോ. കാരണം ഇവർ മൊത്തത്തിലുള്ള പ്ലാനാണ്. നോഹയ്ക്ക് ഇവളോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നോഹിനെ കോളിച്ചിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ പിടിച്ചടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഇവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇവളെ മീറ്റ് ചെയ്യുമ്പോൾ ടൈമിലുണ്ട് കറക്റ്റ് നമ്മുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്ത് മാരേജ് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അസിസ്റ്റൻറ്റ് പറയണം അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മാരേജ് ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനും അസിസ്റ്റൻറ്റും മറ്റു ബോഡി ഗാർഡ്സ് കൂടി കഴിഞ്ഞിട്ട് മാരേജ് നടക്കുന്ന പ്ലേസ് ഉണ്ടല്ലോ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ പോകുന്ന ടൈമിൽ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പയ്യൻ്റെ ബൈക്ക് എടുത്തിട്ട് ആ പയ്യനെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ബൈക്കിലായിരിക്കും വരാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ ടോർച്ചർ ഉണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ജനലും പൊളിച്ച് ബൈക്കിൽ വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബൈക്കിൽ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും അതിശയിക്കേണ്ടത് ഇത് ആരാടാന്ന് വെച്ചിട്ടാ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ കേട്ടോ. ഇത് കണ്ട് എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളെ കെട്ടാൻ പോണ ഓൾഡ് മാൻ ഉണ്ടല്ലോ അയാൾ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇത് റോബിൻസൺ അല്ലേ ചോദിക്കുന്നുണ്ട്. വന്ന പാടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ ഫാദറിനിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത്
ഇയാൾ പറയാണ് എൻ്റെ മാരേജിന് വന്നാലെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇട്ട് റെഡി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് നീ ഓക്കലെന്നൊക്കെ ചോദിക്കുന്നുണ്ടാ. അപ്പോൾ ഈ സമയത്ത് അവൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് ഇവളെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ സമയത്ത് അവരെല്ലാവരും പിടിച്ചടിക്കേണ്ട എല്ലാവരോടും മുട്ടൂതി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവർ ചോദിക്കണത് നിങ്ങൾ തമ്മിൽ എന്താ റിലേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ മാരേജ് ചെയ്യാൻ പോണ പെണ്ണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്താർക്കാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അസിസ്റ്റൻറ്റും ബോഡി ഗാർഡ്സൊക്കെ വന്നിട്ട് അവരടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും കടം തീർക്കാണോ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ചാട്ടവാറെടുത്ത് അടിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് നമുക്ക് മാരേജ് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ അവന് കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് കുറേ സ്വർണ്ണമൊക്കെ ഇടിച്ച് കഴിഞ്ഞിട്ട് മാരേജ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുതായിട്ട് തലച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവളങ്ങനെ നല്ല രീതിയിൽ അവർ ടോർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഡോക്ടർക്ക് വന്ന് പരിശോധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവളെ ഹെൽത്ത് ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ഒരു സൂപ്പ് കൊടുക്കേണ്ട ആ സമയത്ത് ഇവൾ പറയുന്നത് ഞാൻ കുടിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരെ തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് കോള് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വില്ലേജിൽ നിന്നായിരിക്കും കോള് വരുന്നത്, പെട്ടെന്ന് സർജറി നടത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളെ എസ്കാപ്പ് ആവേണ്ട ഹീറോ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണാനുള്ള കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വില്ലേജിലേക്ക് എത്തിണ്ട്. ആ സമയത്ത് ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ കേട്ടോ. എന്നിട്ട് വില്ലേജിലെ ആൾക്കാരൊക്കെ പറയണത് എത്ര വേഗം നമുക്ക് സർജറി ഒക്കെ നടത്തണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവിടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് സർജറി നടത്താൻ ഇവിടെ കയ്യിലൊക്കെ ഒരുപാട് ക്യാഷ് ഉണ്ട്, അവൾ നടത്താണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മാഫിയുടെ ഡോണെ തന്നെ ഇങ്ങനെ വളച്ചെടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ്മ പറയുന്നത് എൻ്റെ കുട്ടി അങ്ങനത്തെ ആളല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിനെ കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾ ഓൾറെഡി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ പറയുന്നത് റോബിൻസ് എന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓൾറെഡി അറിയാലോ. ഈ സമയത്ത് ഇവർക്ക് പേടിയാവുന്നുണ്ടല്ലോ, ഇവനെന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ വില്ലേജിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഹീറോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഗ്രാൻഡ്മയുടെ മോളെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ അവളെ മാരേജ് ചെയ്തിട്ടൊന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഷോക്കാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോനെ കണ്ടപ്പോൾ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് മോൻ ഇവിടെ ഒന്നും സംസാരിക്കാണ്ട് അകത്തേക്ക് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഗ്രാൻഡ്മ എന്താ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ്മ പറയുന്നത് നീ മിണ്ടാണ്ട് നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ്മ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് പോകണം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ച് വലിച്ചിട്ട് പറയാണ് നീ എന്നെ മാരേജ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവള് പറയുന്നുണ്ട് എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എന്താ എനിക്ക് സമ്മതമല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്താ ഫീലിങ്സ് ഇല്ലാന്ന് ചോദിക്കാനിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ഗ്രാൻഡ്മിങ് സംസാരിച്ചതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഗ്രാൻഡ്മിക്ക് വയ്യാത്ത കാര്യം അതുപോലെ വില്ലേജിലെ ആൾക്കാർക്ക് വലിയ രീതിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കാശൊന്നും ഉണ്ടായിരിക്കില്ല. ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇവന് അങ്ങനെ ആയിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ എനിക്ക് ഇതിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിസ് കുറച്ച് ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഗ്രാൻഡ്മയുടെ വോയിസ് കേട്ടിട്ട് അവൾ വരുന്നുണ്ട്. സമയത്ത് ഗ്രാൻഡ്മാണെങ്കിൽ ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ടോ അവരെടുത്ത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ കേട്ടോ. അതായത് ഗ്രാൻഡ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു വെച്ചിട്ട് ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ബ്രദർ എന്താ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഇതാണ് ബ്രദറിൻ്റെ ലവറും ചോദിക്കേണ്ട ഈ കൺട്രികൾ പക്ഷേ കൺട്രികൾ കാണാൻ സുന്ദരിയാന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വായെന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് വലിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ബ്രദർ പറയണേ അല്ല ബ്രദറിന് ഈ ഒരു കൺട്രികളിലേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവൾ അപമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇവനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ മേലാൽ നീ എൻ്റെ ലൈഫിലേക്ക് വലിഞ്ഞും കയറി വരരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ബ്രദർ പറയണേ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ പുറത്ത് സാലഡ് നിങ്ങളുടെ സമയത്ത് നോഹ വരുന്നിട്ട് നോഹ സോറി പറയുന്നുണ്ട് കേട്ടോ. മാരേജിനൊന്നും വരാത്ത വേറൊന്നും കൊണ്ടല്ല എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നോണ തട്ടി വിടാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോണെങ്കിൽ വന്നിട്ട് നമ്മുടെ നോഹനെ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് എൻ്റെ വുമനെ ടച്ച് ചെയ്തതെന്ന് ചോദിക്കണേ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ എന്തിനാ അവനെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നോട് യാതൊരു തരത്തിലൊരു ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ
എനിക്കിഷ്ടം നോഹേനെന്ന് പറഞ്ഞ് ഞാൻ അവനെ മാരേജ് ചെയ്യാൻ പോകുള്ളൂ പറഞ്ഞിട്ട് ആ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ അവിടെ വെച്ച് അവളെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവളാണെങ്കിൽ ലിപ്സ് കടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നത് നീ വെറുതെ എൻ്റെ പറയിൽ കൂടെ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നോഹ പറയാണ് നീ പേടിക്കേണ്ട, ഗ്രാൻഡ് മേയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ് മേയുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ നോഹയും ഹീറോയും സംസാരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഗ്രാൻഡ് മേയുടെ സർജറിക്കുള്ള പേയ്മെൻറ്റൊക്കെ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര ആശ്വാസമൊക്കെ എന്നിട്ട് നമ്മുടെ നോഹയാണെങ്കിൽ പുറത്തേക്ക് പോകണ്ട. അപ്പോൾ ഈ ടൈമിൽ സ്റ്റെപ്പ് സിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ഇവനെ നോക്കി ചിരിക്കേണ്ട. ആ സമയത്ത് ചോദിക്കേണ്ട എന്തായാലും ചോദിക്കേണ്ട. അപ്പം നോഹ പറയാണ് എന്താ അവൾ വീണ്ടും ഫൂളായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളെ പറ്റിക്ക് എളുപ്പമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവനൊരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ കാർഡിൽ പേയ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതപ്പോൾ ഇവർ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നോഹ അവളെ ചതിക്കായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടായിരിക്കും ആ മാരേജൊക്കെ പ്ലാൻ ചെയ്യുന്ന ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഒരുപാട് സ്നേഹിച്ചതാണ് നോഹേനെ. പക്ഷെ നമ്മുടെ നോഹയാണെങ്കിൽ ഇവൾ ചീറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ കാട്ടിലൂടെ പോകുന്ന സമയത്താണെങ്കിൽ അവളാണെങ്കിൽ ഒരു ഫോക്സ് അറ്റാക്ക് ചെയ്യുമ്പോണ്ടായിരിക്കും. ആ ടൈമിലാണെങ്കിൽ ഇവളെ രക്ഷിച്ചത് നോഹയായിരിക്കും കേട്ടോ. അതായത് ആ ഫോക്സും ഇവനും തമ്മിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ലൈഫ് ലോങ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞിട്ട് പിങ്ക് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിട്ട് ഇവൾ കരയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഗ്രാൻഡ് മേയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് റൗഡികൾ ഇങ്ങനെ തെറ്റായിട്ട് ബിഹേവ് ചെയ്യേണ്ട. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് പറയുകയാണ് ഗ്രാൻഡൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ പിടിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കറക്റ്റ് നമ്മുടെ ഹീറോണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്ത് ഇവൾക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ വുമനെ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ റൗഡീനെ പിടിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇയാൾ ചോദിക്കണം നീ ആരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പേര് പറയുന്നുണ്ട് കേട്ടോ, റോബിൻസ് എന്ന്. അപ്പോൾ ഈ പേര് കേൾക്കുന്ന സമയത്ത് ഇയാളൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ അസിസ്റ്റന്റിനോട് പറയുകയാണെങ്കിൽ ഇയാൾക്കിട്ട് നല്ല അടി കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇയാൾക്ക് കുറച്ച് പേയ്മെൻറ്റ് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പേയ്മെൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മേലെ നീ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾക്കാണെങ്കിൽ വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇയാളും പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഗ്രാൻഡ്മ നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. ഗ്രാൻഡ്മേനെ എടുത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ബെഡും എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറയാണ് സർജറി ഇപ്പോൾ ലേറ്റ് ആവാൻ പാടില്ല, സർജറി എത്ര വേഗം ചെയ്തില്ലെങ്കിൽ പേഷ്യൻറ്റ് മരിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹീറോയും പറയുന്നുണ്ട് വേണ്ട പേയ്മെൻറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവൾ പുറത്തേക്ക് പോകുന്ന ടൈമിൽ ഇവർ വില്ലേജിൽ ആർക്ക് കോൾ ചെയ്യേണ്ടത്, അതായത് ഇവളുടെ സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ആ വില്ലേജിലെ ആളും ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്നുള്ളൂ കേട്ടോ, കൺഫേം ഒന്നും പറഞ്ഞില്ലാണ്ട് ഇവളും സാഡായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൾ ഉള്ളിലേക്ക് വരുന്ന ടൈമിൽ ഗ്രാൻഡ്മേനെ കാണില്ല എൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് സാർ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ നേരെ നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവൾ ചോദിക്കുകയാണ് എവിടെ എൻ്റെ ഗ്രാൻഡ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുകയാണ് ഗ്രാൻഡ്മേനെ ഞാൻ സേഫായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഗ്രാൻഡ്മേയുടെ സർജറി നടക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എന്നെ മാരേജ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നിനക്ക് സമ്മതമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഗ്രാൻഡ്മ മരിക്കുന്നു പറയണ്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ കിസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവരെ മാരേജ് കഴിയുന്നുണ്ട് കേട്ടോ. മാരേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഹീറോയും പറയാണ് ഫൈനലി ഞാൻ ഇവനെ തന്നെ മാരേജ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് മനസ്സിൽ എന്തോ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ബോഡി ഗാർഡ്സ് എല്ലാവരും കൺഗ്രാറ്റ്സ് ബോസ് ആൻഡ് മാഡം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് അവൾ കൊണ്ടുവരേണ്ട. ആ സമയത്ത് അവിടെ ഓരോ സർവൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരടുത്ത് പറയുകയാണ് മാഡത്തിന് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവരും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലൊരു സെർവൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുളി കഴിഞ്ഞവരായിരിക്കും. ഇത് ഇവനെ കണ്ടു കഴിഞ്ഞിട്ട് ഇവൾക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നൊരു മാരേജ് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയും പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഹീറോ ഇവളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവളുടെ കോട്ടൊക്കെ കഴിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എൻ്റെ ഗ്രാൻഡ്മയുടെ സർജറി നടക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട് നിൻ്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ ടച്ച് ചെയ്യില്ലെന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴാണ് നീ ഫുൾ സമ്മതത്തോടു കൂടി എൻ്റെ മുന്നിൽ വരുന്നത് അന്ന് നിന്നെ ടച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെറ്റിലൊരു കിസ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് പുറത്തേക്ക് പോകണ്ടിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഭയങ്കര അതിശയം കേട്ടോ. നമ്മുടെ ഹീറോ തന്നെയാണ് ഇത് നിന്നിട്ട്. എന്നിട്ട് പുറത്തേക്ക് വരുന്നത് വേറെ ഒന്നല്ല ഇവൻ്റെ ആ വൃത്തികെട്ട ബ്രദർ ഉണ്ടല്ലോ അവൻ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അവൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ബ്രദർ നിൻ്റെ വൈഫ് നിന്നെ അടിച്ച് പുറത്തേക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് നിന്നെ ആർക്കും ഇഷ്ടമല്ലാന്ന്, എന്തിനാ നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും നിന്നെ ഇഷ്ടമല്ല, ഇപ്പം നിൻ്റെ വൈഫിന് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ടിവനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ദേഷ്യം മൊത്തം ഇതിൻ്റെ അടുത്ത് തീർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ടിവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടി പറയുന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ
തൽക്കാലിക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചിട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബ്രദറാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ അടുത്ത് അസിസ്റ്റൻ്റെ അടുത്ത് പറയുകയാണേ ഇവനിട്ടുള്ള പണി എന്തായാലും കൊടുക്കണം, അതിന് പറ്റിയ ആൾ സിസ്റ്ററിലോ എന്ന് പറഞ്ഞിട്ടോ. അത് നമ്മുടെ ഹീറോയിനാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറക്കെ എണീക്കേണ്ട ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ അവളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ സെർവൻറ്റ് പറയുന്നുണ്ട് സാറിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവനവന് ടിക്കറ്റ് കൊടുത്തിട്ട് പറയാണ് ഇതെന്ന് പറയുന്നത് കപ്പലിൻ്റെ ടിക്കറ്റാണ്, ഈ ടിക്കറ്റ് പോയിട്ട് ടിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ബ്രദർ എന്തായാലും നിങ്ങളെ വന്ന് ഫോളോ ചെയ്ത് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രദർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ ബ്രദറിന് ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്, ഞാനിപ്പോൾ തൽക്കാലം ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബ്രദർ പറയുന്നത് നന്നായി ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയ്ക്കിട്ട് എന്തോ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ഇവളെ കൂട്ടുപിടിക്കുന്നതാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വരുന്ന ടൈമിൽ അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പാട് പോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോയിനെ അന്ന് ആ ഫോക്സിൻ്റെ കാട്ടിൽ വെച്ചിട്ട് രക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ പയ്യൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നു. അതാണ് അവൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവൾ വിചാരിക്കും അത് ഹീറോ ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീറോയിൻ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ഈ സമയത്ത് ഇവൻ കാർഡ് കൊടുത്തിട്ട് പറയണേ എനിക്ക് ഇഷ്ടമുള്ള ഷോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളാണെങ്കിൽ ഡ്രസ്സ് നോക്കുന്ന ടൈമിലുണ്ടല്ലോ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്ററും നമ്മുടെ നോഹയൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവരാണെങ്കിൽ വീണ്ടും പരിഹസിക്കാൻ കേട്ടോ. നിന്നെ പോലുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റിയ ഷോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. വെറും കൺട്രികൾ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞ് കോസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളുള്ള സ്ഥലം എന്നൊക്കെ പറയാം. എന്നിട്ട് ഈ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ നിന്നെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കണം പറഞ്ഞിട്ട് സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ ഇവിടെ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വാക്ക് തർക്കാകുമ്പോഴേ അവിടെ നല്ല കോസ്റ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ ഡ്രസ്സ് നോക്കി നമ്മുടെ ഹീറോയിനെ തള്ളിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് ഡാമേജ് ആയിട്ട് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഹീറോയിനാണ് അതിന് കാനക്കാരെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ചോദിക്കേണ്ടത് എന്താ വൈഫ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ചോദിക്കേണ്ടത് എന്ത് വൈഫോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പറയേണ്ടത് നിനക്ക് തന്ന കാർഡ് ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കാർഡ് ആ പെണ്ണ് പരിശോധിക്കുന്ന ടൈമിലുണ്ടല്ലോ കാർഡിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ട്. ഇത് കണ്ട് ഒരു കണ്ണ് തള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ സ്റ്റെപ്പ് സിസ്റ്റർ പറയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടത് ഇതെൻ്റെ വൈഫാന്ന് പറഞ്ഞിട്ട് അവൻ വെഡിങ് റിംഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നോഹയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചതാണ്. കാരണം നമ്മുടെ ഹീറോ മാരേജ് ചെയ്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മുടെ നോഹനെ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എൻ്റെ വൈഫിനെ അപമാനിച്ചവരൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൺട്രികളിൽ വിളിച്ചിട്ടുള്ള എൻ്റെ വൈഫിനെ അപമാനിച്ചത് ഒരു കാര്യം ചെയ്യും, ഇവരെങ്കിൽ കുറച്ച് നാൾ കൺട്രിയിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ നാട് കടത്താൻ പറഞ്ഞിട്ട് അസിസ്റ്റൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ പറയുന്നുണ്ട് പ്ലീസ് സേവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോ ഒന്നും കേൾക്കണില്ല. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടുത്തെ ഡ്രസ്സ് കംപ്ലീറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻറ്റിനൊക്കെ ഡ്രസ്സ് ചോദിക്കണം. ഇവൻ പറയുകയാണ് ഇത് എന്തോരം ഡ്രസ്സാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നത് സൂപ്പറായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കണ്ടിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയാണ് എൻ്റെ വൈഫ് അല്ലെങ്കിലും സുന്ദരിയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കാൻ എനിക്ക് പറയാണ് വാ നമുക്ക് ഗ്രാൻഡ് മേനെ മീറ്റ് ചെയ്യാൻ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഗ്രാൻഡ് മേരെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡോക്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി നമ്മുടെ ഹീറോയിന് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഡോക്ടർ പറയേണ്ട സർജറി ഒക്കെ കഴിഞ്ഞ് സക്സസ് ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ ഗ്രാൻഡ് മേ അതെ താങ്ക്സ് മോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്ത് സർജറി ഒക്കെ കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് അതേ സർജറി ഒക്കെ കഴിഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിലാണ് ഉണ്ടല്ലോ നമ്മുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ പെയിൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സർജറി ലേറ്റായി കഴിഞ്ഞാൽ ഗ്രാൻഡ്മ മരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരിക്കും സർജറി നടത്തിക്കൊന്ന് പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഇവളും ടച്ച് ആവേണ്ടത്. എന്നിട്ട് നമ്മുടെ ഹീറോണെ അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മ ഇവിടെ വന്നിരിക്കും മോനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രാൻഡ്മയാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട് താങ്ക്സിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ വൈഫാണ്, എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവർ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ്മയ്ക്ക് എന്നിട്ട് പറയാണ് ഇതൊക്കെ ഡോറിയുടെ ഭാഗമായിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ്മ പറയേണ്ടത് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഡാൻസ് കളിക്കാൻ അറിയുന്നില്ലെങ്കിലും അവന് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ചിരി വരുന്നുണ്ട്, നമ്മുടെ ഗ്രാൻഡ്മയ്ക്കും ചിരി വരും. എനിക്ക് ഗ്രാൻഡ്മ പറയാണ് കിസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീറോയും പുറത്തേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്
എൻ്റെ മോളെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം ചോദിക്കേണ്ട ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗ്രാൻഡ് മേരെ അടുത്ത് പറയാണ് നമ്മുടെ ഹീറോയ്ക്ക് സ്നേഹം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഇവൻ്റെ ഫാദറും അതുപോലെ സ്റ്റെപ്പ് മദറൊന്നും ഇവനെ സ്നേഹിച്ചിട്ടില്ല, ഇവൻ്റെ ബ്രദറും ഇവനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവൻ പറയാണ് ആദ്യം സ്നേഹം എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഹീറോയിൽ നിന്നാന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം അവളെ കണ്ടപ്പോൾ അവളാണെങ്കിൽ ഇഞ്ചുറിയിൽ അത് തുണി കെട്ടി കൊടുത്തില്ല, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹീറോ പോയതിനു ശേഷം ഹീറോയും വരുന്നുണ്ട്. ഗ്രാൻഡ്മ പറയുന്നുണ്ട് നമ്മുടെ ഹീറോ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ അവൻ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അവൻ ബാഡ് പേഴ്സൺ അല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്കും ചെറുതായിട്ട് അവൻ്റെ മേലേക്ക് ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഗ്രാൻഡ്മ പറഞ്ഞ കാര്യം ആലോചിക്കണം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് അവൻ്റെ ബ്രദർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ടിക്കറ്റ് കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ് എന്തായി സിസ്റ്ററിലോ തീരുമാനം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ അത് കീറിക്കാന്നിട്ട് പറയാണ് എന്തായാലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വെല്ലെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ബ്രദർ പറയണേ ഇവളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാലെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ തലയ്ക്കൊരടി കൊടുത്തിട്ട് ബോധം കെടുത്തി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗ്രാൻഡ്മേരെ അടുത്ത് വരുന്ന സമയത്ത് മോള് ഇപ്പോൾ പോയുള്ളൂ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ പുറത്ത് വരുന്ന സമയത്ത് ഹീറോയിനെ കാണില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ബ്രദറിൻ്റെ കോൾ വന്നിട്ട് പറയുകയാണ് സിസ്റ്ററിന് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പ്ലേസിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു പ്ലേസ് സെൻഡ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബ്രദർ പറഞ്ഞ പ്ലേസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുകയാണ് എവിടെ എൻ്റെ വൈഫ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രദറും പറയുന്നുണ്ട് വൈഫിനെ നിനക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ കുറച്ച് പേരൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഹീറോനെ അടിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ അവിടെ നല്ലൊരു ഫൈറ്റിന് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോനെ അവരൊക്കെ അടിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ സമയത്ത് ഈ ബ്രദറിന് ഇത് കണ്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ എടുത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഒരുത്തം വന്നിട്ട് നമ്മുടെ ഹീറോനെ കുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് നമ്മുടെ ഹീറോയിനും ഭയങ്കര കരച്ചിലൊക്കെ വരണ്ട്. എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഇവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയേണ്ടത് നിനക്ക് 2 വഴിയുണ്ട്, ഒന്നെങ്കിൽ നിനക്ക് ഇവനിട്ടുണ്ട് പോവുക അല്ലെങ്കിൽ നിനക്ക് മരിക്കാമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹീറോയിൻ പറയണത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരിക്കലും മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുമെന്ന് പറയട്ടെ ഇവളാണെങ്കിൽ ആ ബ്രദറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അസിസ്റ്റൻ്റൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ. എന്നിട്ട് ബ്രദറിന് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കുത്തി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവനാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് ഹീറോയിന് നല്ല കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയേണ്ടി എന്നെ വിട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയേണ്ടി എല്ലാം നിന്നെ വിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ കഴുത്തിലുള്ള പാടുണ്ടല്ലോ, ആ പാടിനെ കുറിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കണം കേട്ടോ ഇതെങ്ങനെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ ചെറുപ്പകാലം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ബ്രദറും ഹീറോയും കൂടി കളിക്കുകയാണ്. ഈ സമയത്താണ് ഈ ബ്രദർ മനഃപൂർവ്വം വീണിട്ട് പറയണ എന്നെ ചേട്ടൻ തട്ടിട്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ അമ്മ വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഹീറോൻ്റെ അച്ഛനും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അമ്മ ഉണ്ടാവില്ല, സ്റ്റെപ്പ് സിസ്റ്റർ മോനാണ് ഈ ബ്രദർ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ബ്രദർ പറയുകയാണ് നിനക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ കഴിച്ച കോലുമിട്ടായി ഉണ്ടല്ലോ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവൻ പറയാണ്. എന്നിട്ട് പറയാണ് അന്ന് കാട്ടിൽ വെച്ച് ഒരു ഇൻസിഡൻറ്റ് നടന്നു, അത് മൂലമാണ് എനിക്കിങ്ങനെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിന് കൺഫേം ആവുന്നുണ്ട് അത് നമ്മുടെ ഹീറോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയുന്നത് അത് നീയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ ഇവളാണെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇഞ്ചുറി ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, റിക്കവർ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നല്ല രീതിയിൽ ഇവനെ കെയറൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 days ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ 2 days കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൾ വന്നിട്ട് പറയുകയാണ് നീയായിരുന്നല്ലേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അറിയാണ്ട് പോയില്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഹീറോ കണ്ണോർക്കുന്നുണ്ട്, ഹീറോയിൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. എന്നിട്ട് ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടു കഴിഞ്ഞിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഇവളെ കെയർ ചെയ്തല്ലോ അതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവളെങ്ങനെ ഉണർത്താണ്ട് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ലൈറ്റായിട്ട് ഇവൾ ചെറിയൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോൻ്റെ ഫാദറും അതുപോലെ സ്റ്റെപ്പ് മദറും കാണാൻ വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ ഹീറോ താഴോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇവർ പറയുകയാണ് എന്തിനാണ് നിൻ്റെ ബ്രദറിനെ നീ ഇങ്ങനെ ബുള്ളി ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അസിസ്റ്റൻ്റ് പറയാണ് ആളാണ് നമ്മുടെ ഹീറോനെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തല്ലാവുണ്ട്. എന്നിട്ട് പറയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കടന്നു പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട് ആ കൺട്രികളെ വേണ്ടല്ല നീ അവനെ തല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ വൈഫിനെ ഇങ്ങനെ മോശം ഇതിലൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളും വേണ്ട നിങ്ങൾക്ക് എന്നെയും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി മേലാൽ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വാണിച്ച് ചെയ്തിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് മദറും എൻ്റെ ഫാദറും സംസാരിക്കുന്നുണ്ട് കേട്ടോ. യൂസ്ലെസ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ആ റൂമിലുണ്ടായിരിക്കില്ല കേട്ടോ. അതായത് നമ്മുടെ ഹീറോയും അതുപോലെ അസിസ്റ്റൻറ്റ് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണില്ല. എന്നിട്ട് നമ്മുടെ
ഹീറോ പറയാണ്, അല്ല അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൾ എവിടെ പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുകയാണേ മാഡം എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വാസമാവില്ല കേട്ടോ. കാരണം അവൾ എന്നെ വിട്ടു പോയി എന്നാണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ വേഗം അവൻ്റെ ബോഡി ഗാർഡ്സിനൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എവിടെ പോയി നോക്കാൻ അന്വേഷിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നുണ്ട്. കാരണം അവൾ വിട്ടിട്ട് പോയി എന്നാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ നൈറ്റ് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ നല്ല രീതിയിൽ ഇങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോഡി ഗാർഡ്സും പറയുന്നുണ്ട് ശരി ഞങ്ങൾ പോയി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഒരു കയറൊക്കെ കൊടുത്തിട്ട് പറയുന്നത് മാഡം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എസ്കേപ്പ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കയറൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ തിരിയുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഹീറോയിനെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിന്നിട്ട് പറയാണ് നീ എന്നെ വിട്ട് പോവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്രോമിസ് അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല പ്രോമിസാന്ന് പറഞ്ഞിട്ട് ഇവളാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇന്ന് മുതൽ ഞാൻ നിന്റെ റിയൽ വൈഫായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ടീവനാണെങ്കിൽ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കിസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണെങ്കിൽ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കിസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ കയ്യിൽ കയറുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് ഒന്നുമില്ല എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ചാടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. എന്നിട്ട് റൂമിലെത്തി കഴിഞ്ഞിട്ട് ഇവളോട് ക്ലോസ് ആവാണ് കേട്ടോ. എന്നിട്ട് ഇവൻ പറയണ സത്യമാണോ നീ പറഞ്ഞതെന്ന് ചോദിക്കണേ, ഇന്നോട്ട് നീ എൻ്റെ റിയൽ വൈഫാണോ ചോദിക്കുന്നത്. അപ്പോൾ അവളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജീവനാണെങ്കിൽ ക്ലോസ് ആവുന്ന സമയത്ത് ഹീറോയും പറയുന്നുണ്ട് നിനക്ക് ഇഞ്ചുറി പറ്റിയിരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അന്ന് നൈറ്റ് ഇൻറ്റിമേറ്റ് ആവാൻ കേട്ടോ. നൈറ്റല്ല ഡേ ആണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ ഒരു മാരേജ് ആണ് കേട്ടോ. ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ടല്ലോ അത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നല്ല സുന്ദരിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അവൻ്റെ റിലേറ്റീവ്സും അവൻ്റെ സ്റ്റേപ്പ് മദറൊക്കെ നമ്മുടെ ഹീറോയിനെ കളിയാക്കാൻ കേട്ടോ. ഇവളൊരു കൺട്രികളാണ്, ഇവളെ സെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹീറോയിനെ വളച്ചെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് കോഫി ഒഴിച്ചു തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഫി എന്ന് പറയുന്നത് നല്ല ചൂടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സെർവൻ്റ് ആണെങ്കിൽ കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനോട് സെർവനായിരിക്കും പറയേണ്ടായിരിക്കും. എന്നിട്ട് ഈ സെർവൻ്റ് ആണെങ്കിൽ മനഃപൂർവ്വം ഉണ്ടല്ലോ ആ കോഫി ഭയങ്കര ചൂടാണല്ലോ, ഇതാണെങ്കിൽ അവളെ കയ്യിൽ ഒഴിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കയ്യും പൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ അടക്കി വരുന്നുണ്ട്. ഹീറോ വന്നതായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ അവിടെ നടക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവൻ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഹീറോ കാണുന്നത്. അപ്പോൾ അതേ സമയത്ത് സർവൻ്റ് സോറി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ആരാണ് എൻ്റെ വൈഫിനെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവളെ കൈ പൊള്ളിക്കാരൊക്കെ ഹീറോ കണ്ടിട്ട് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സ്റ്റെപ്പ് മദർ പറയുകയാണെങ്കിൽ ഇവൾക്ക് മേലേക്ക് ഒരു കോഫി റിസർവ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ സെർവ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ കോഫി കൊടുക്കുന്നുണ്ട്. അവൻ ഓൾറെഡി ചൂടുണ്ടെന്ന് അറിയാലോ. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് മദറാണെങ്കിൽ അത് വാങ്ങാൻ കൂട്ടാക്കണില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നിങ്ങൾ വെറുതെ വലിഞ്ഞേറി വരരുത്, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ മോനൊക്കെ പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവരുടെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ കുറച്ച് VIP ആൾക്കാരൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ വില്ലേജിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റെപ്പ് മദർ പറഞ്ഞിട്ടായിരിക്കും ഇവൾക്ക് ഒരു കഴിവില്ലെന്ന്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ വില്ലേജിലെ ആൾക്കാർ നമ്മുടെ ഹീറോയിനൊക്കെ ഒരു ട്രഡീഷണലായിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് അവരുടെ ടാലൻറ്റ് തെളിയിക്കേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഹാപ്പി ആവുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവർ പറയാണ് നല്ല അടിപൊളിയായിട്ട് അവൾ പെർഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോൻ്റെ ഫാദറും സ്റ്റെപ്പ് മദറൊക്കെ വണ്ടറടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഒരു VIP വന്നിട്ട് പറയാണ് യു ആർ സോ ലക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ അടുത്ത് നല്ലൊരു വൈഫിനാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ സെറിമണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അവരുടെ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരും സമ്മതമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കിസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവിടെ ഒരാൾ മിസ്സാണ് നമ്മുടെ ഗ്രാൻഡ്മ കേട്ടോ. ഗ്രാൻഡ്മേനെ കാണാനൊന്നും പറയണ്ട. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഗ്രാൻഡ്മയാണെങ്കിൽ ഒരു വണ്ടിയും കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ്മ വന്ന് വെറുതെ നല്ല ഇവർക്കൊരു നല്ലൊരു ബിഗ് ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ, ഒരു വലിയൊരു ഗിഫ്റ്റ്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൽമിഠായി പോലൊക്കെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവിടെ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കും ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ
ഹീറോയിൻ പറയാണ് ഞാൻ ചെറുപ്പത്തിലേ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കേണ്ട ആരാന്ന് ചോദിക്കാൻ പറയും അത് നീയായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഹീറോയിൻ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു ചെക്കനാണെങ്കിൽ ആ മൃഗത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അത് വേറെ ആയിരിക്കില്ല നമ്മുടെ ഹീറോ ആയിരിക്കട്ടെ. ഇവിടെ നോഹനെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും നോഹനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരൊരു പിങ്കി പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ലൈഫ് ലോങ് കൂടി ഉണ്ടായിരിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ഹീറോ ചോദിക്കണം അത് നീയായിരുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയേണ്ടത് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഭയങ്കര ഹാപ്പിക്ക് ആവേണ്ട അങ്ങനെ ഒരു പിങ്കി പ്രോമിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈഫ് ലോങ് ഒരുമിച്ചുണ്ടാവുമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അതുപോലെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ഇവരെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് പോവാണ്. അവരുടേതായ ലൈഫിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്ത് പോകണോടത്താണ് നമ്മുടെ ഈ ഡ്രാമ എൻജോയ് ആവണത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.